بسم الله الرحمن الرحيم بسم الله الحمد لله والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد. പ്രിയ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നീണ്ട കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ക്ലാസ്സിലേക്ക്, വീഡിയോയിലേക്ക് വരുന്നത്. പരിശുദ്ധമായ ഉംറയും സിയാറത്തിനും വേണ്ടി പോകുകയും തിരിച്ചു വന്നതിന് ശേഷം ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടതിൻ്റെ പേരിലുമാണ് ഇത്രയും നാൾ വൈകിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ, അവൻ്റെ സ്മരണയിലായി ജീവിക്കാൻ, മുഅ്മിനായി ആഖിബത്ത് നന്നായി മരണപ്പെടുവാൻ, ഇഹപര വിജയങ്ങൾ കരസ്ഥമാക്കുന്നവരിൽ ഉൾപ്പെടാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, കാലം വളരെ മോശമാണ്. അല്ലാഹുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. വിവരമുള്ളവർ പോലും ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും വാക്കുകൾ അറിയാതെ അവരുടെ നാവുകളിലൂടെ പുറത്തേക്ക് വരുന്ന അവസ്ഥ. ഈമാൻ നഷ്ടപ്പെടാൻ കാരണമാകുന്ന വാക്കുകളും പ്രവൃത്തികളും. ഇങ്ങനെ മലീമസമായ അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ സ്മരണയിലായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നാം ബാധ്യസ്ഥരാണ്, പരിശ്രമിക്കേണ്ടവരാണ്. നമ്മുടെ മുൻഗാമികൾ, മഹത്തുക്കൾ, മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബത്തിൻ്റെയും ജീവിതം പരിശോധിച്ച് നോക്കിയാലും, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, സാലിഹീങ്ങൾ അവരെ പരിശോധിച്ച് നോക്കിയാലും, എന്തിനേറെ കഴിഞ്ഞ മാസം റബീഉൽ ആഖിർ ആയിരുന്നു. റബീഉൽ അവ്വൽ മഹാനായ പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസം. റബീഉൽ ആഖിർ മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകളെ കൊണ്ട് അനുഗ്രഹീതമായ, അദ്ദേഹത്തിൻ്റെ ആണ്ട് ദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസം. ഈ മാസം ജമാദുൽ അവ്വൽ അല്ലെങ്കിൽ ജുമാദുൽ ഊല എന്നറിയപ്പെടുന്ന ഈ മാസം മഹാനായ അഷേഖ് അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആണ്ട് ദിനം കൊണ്ട് അനുഗ്രഹീതമായ ദിവസം നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയുമാണ്. ഈ മഹത്തുക്കളെല്ലാം അള്ളാഹുവിൻ്റെ ദിക്റുകളിലായി, അവൻ്റെ സ്മരണകളിലായി, അവിടെ വിശ്വാസം, അവിടെ ഈമാൻ, അതിന് ബലഹീനത സംഭവിക്കാതെ ആ വിശ്വാസത്തിന് കരുത്താർജിക്കുന്ന വിധത്തിൽ ദിക്റുകളിലൂടെ, അള്ളാഹുവിൻ്റെ സ്മരണയിലൂടെ അവനെ ഓർത്തുകൊണ്ട്, സ്മരിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയവരായിരുന്നു. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതും അത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അസ്അദുന്നാസി മൻ അസ്അദുന്നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അങ്ങയുടെ ശഫാഅത്ത് കൊണ്ട്, റെക്കമെൻഡ് കൊണ്ട്, ശുപാർശ കൊണ്ട് വിജയിക്കുന്ന, ജനങ്ങളിൽ വിജയിക്കുന്നവർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഖദ് ലനൻതു യാ അബാ ഹുറൈറ, അബൂ ഹുറൈറ, ഞാൻ ഭാവിച്ചു,
അല്ലാ യസ്അലനി അൻ ഹാദൽ ഹദീസ് അഹദുൻ അവ്വല മിൻക, താങ്കളെക്കാൾ ആദ്യം ഈ ഹദീസിനെ സംബന്ധിച്ച് ഒരാളും എന്നോട് ചോദിക്കുകയില്ല എന്ന് ഞാൻ ഭാവിച്ചു. താങ്കളായിരിക്കും ആദ്യം ചോദിക്കുക. ലിമാ റഅയ്തു മിൻ ഹിർസിക അലൽ ഹദീസ്, കാരണം ഹദീസിനോടുള്ള താങ്കളുടെ അത്യാഗ്രഹം എനിക്കറിയാം, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ താങ്കളായിരിക്കും ഈ ഹദീസിനെ സംബന്ധിച്ച് ആദ്യം ചോദിക്കുക എന്ന് ഞാൻ ഭാവിച്ചു. അപ്പം അതേപോലെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല തന്നെയാണ് ആദ്യം ചോദിച്ചത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന അസ്അദുൻ നാസി ബിശഫാഅത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ ഷഫാഅത്ത് കൊണ്ട്, റെക്കമെൻഡ് കൊണ്ട്, ശുപാർശ കൊണ്ട് ജനങ്ങളിൽ വിജയിക്കുന്നയാൾ മൻ, ഒരാളാണ്. ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ജനങ്ങളിൽ ഏറ്റവും വിജയിക്കുന്നയാൾ, എൻ്റെ ഷഫാഅത്ത് കൊണ്ട് വിജയിക്കുന്നയാൾ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞയാളാണ്. എങ്ങനെ പറഞ്ഞു? ഖാലിസൻ മിൻ ഖൽബിഹി ഔ നഫ്സിഹി, അവൻ്റെ മനസ്സിൽ നിന്ന് ഇഖ്ലാസോടുകൂടെ അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവൻ, മനസ്സാന്നിധ്യത്തോടുകൂടെ, മനസ്സിൻ്റെ അകത്തളത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന വചനം, പുറമേ മുടി പിടിപ്പിക്കാൻ വേണ്ടിയുള്ള വാചകമല്ല. അങ്ങനെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും ഇഖ്ലാസോടുകൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞാൽ ആ പറഞ്ഞവനാണ് എൻ്റെ ശഫാഅത്ത് കൊണ്ട്, എൻ്റെ ശുപാർശ കൊണ്ട് നാളെ ഖിയാമത്ത് നാളിൽ വിജയിക്കുന്നവൻ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, കാന അബ്ദുല്ലാഹിബ്നു റവാഹ, അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു തആല ആയിരുന്നു ഇദാ ലഖിയ റജുല മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ സഹാബാക്കളിൽ ആരെയെങ്കിലും കണ്ടുമുട്ടിയാൽ അദ്ദേഹം പറയുമായിരുന്നു. ആര്? അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു തആല. എന്തു പറയും? തആൽ, വരൂ, നൂമിൻ ബി റബ്ബിനാ സഅ, അല്പസമയം നമ്മുടെ റബ്ബിൽ വിശ്വസിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിളിക്കും മഹാനായ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു തആല. ഫഖാല ദാത യൗമിൻ ലിറജുലിൻ ഫഗളിബ അർറജുലു, ഒരു ദിവസം അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യനെ കാണുകയും അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, തആൽ നൂമിൻ ബി റബ്ബിനാ സഅ, വരൂ, നമുക്ക് അല്പസമയം അള്ളാഹുവിൽ വിശ്വസിക്കാം. ആ മനുഷ്യൻ കോപിക്കുകയുണ്ടായി, ദേഷ്യപ്പെട്ടു, കോപിച്ചു. ഫജാഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് മഹാനായ പ്രവാചകന്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അലാ തറ ഇല ഇബ്നി റവാഹ യർഗബു അൻ ഈമാനിക, അബ്ദുല്ലാഹിബ്നു റവാഹയെ തങ്ങൾ കാണുന്നില്ലേ? അദ്ദേഹം താങ്കളുടെ ഈ വിശ്വാസത്തിൽ നിന്ന് അതിനെയും വിട്ട് പ്രേരിപ്പിക്കുകയാണ്. ഇലാ ഈമാനി സാഅത്തിൻ, മറ്റൊരു വിശ്വാസത്തിലേക്ക്. അല്പസമയം വരൂ, നമുക്ക് റബ്ബിൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിളിക്കുകയാണ്. താങ്കളുടെ ഈമാനെയും വിട്ടുകൊണ്ട് പ്രേരിപ്പിക്കുന്നു, ആഗ്രഹിപ്പിക്കുന്നു മറ്റുള്ളവരെ. തങ്ങളിത് കാണുന്നില്ലേ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പറഞ്ഞു, യർഹമുല്ലാഹു ഇബ്ന റവാഹ, മഹാനായ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു തആലാഹുവിന് അല്ലാഹു റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കട്ടെ. ഇന്നഹു യുഹിബ്ബുൽ മജാലിസ അല്ലതീ തതബാഹാ ബിഹൽ മലായിക, മലക്കുകൾ അഭിമാനം കൊള്ളുന്ന മജ്ലിസുകളെ, സദസ്സുകളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അബ്ദുല്ലാഹിബ്നു റവാഹ. അദ്ദേഹത്തിന് അല്ലാഹു റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കട്ടെ. മലക്കുകൾ ഇഷ്ടപ്പെടുന്ന മജ്ലിസുകൾ, വിശ്വസിക്കാൻ, ഈ ഈമാൻ പുതുക്കാൻ, അള്ളാഹുവിൽ വിശ്വസിക്കാൻ, അവൻ്റെ സ്മരണയിൽ കഴിഞ്ഞുകൂടാൻ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി മഹാനായ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ജദ്ദിദു ഈമാനക്കും, നിങ്ങളുടെ ഈമാൻ നിങ്ങൾ പുതുക്കണം. നിങ്ങളുടെ ഈമാൻ നിങ്ങൾ പുതുക്കുക, പുതുക്കിക്കൊണ്ടിരിക്കുക വിശ്വാസം. സഹാബക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്,
കൈഫ നുജദ്ദിദു ഈമാനന, ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ എങ്ങനെയാണ് പുതുക്കേണ്ടത്, ഞങ്ങളുടെ ഈമാൻ ഞങ്ങൾ എങ്ങനെ പുതുക്കണം? മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറൂ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് നിങ്ങൾ അധികരിപ്പിക്കുക. അങ്ങനെ നിങ്ങളുടെ ഈമാൻ പുതുക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല എന്ന ആ ഉറച്ച വിശ്വാസം, ആ സ്മരണ, ആ ദിക്ർ, അത് നിങ്ങൾ അധികരിപ്പിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഈമാൻ പുതുതായിക്കൊണ്ടിരിക്കും. വിശ്വാസത്തിൻ്റെ ബലഹീനത സംഭവിക്കുകയില്ല. ആ വിശ്വാസത്തിൻ്റെ ദൃഢത അത് വർദ്ധിക്കുകയുള്ളൂ എന്നാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നബി തങ്ങളുടെ വാഹനത്തിന്റെ പുറകിൽ മുആദ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. ആ അവസരത്തിൽ മഹാനായ പ്രവാചകൻ വിളിച്ചു, യാ മുആദ് ബിൻ ജബൽ, മുആദ് ബിൻ ജബലേ എന്ന് മഹാനായ പ്രവാചകൻ വിളിച്ചപ്പോൾ ഖുൽതു, മുആദ് റളിയല്ലാഹു അൻഹു പറയുക, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാന് എന്താണ്, അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദൈക, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറുപടി പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ എന്നും ഉത്തരം ചെയ്തുകൊണ്ട് വിളിച്ചുകൊണ്ട് 3 പ്രാവശ്യം പറയുകയുണ്ടായി. വാഹനത്തിൻ്റെ പുറകിലിരിക്കുകയാണ്. എന്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മാ മിൻ അഹദിൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ലാഹു തആല അല്ലാതെ ഒരു ആരാധ്യനില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകരാണ് എന്ന് ഒരാൾ സാക്ഷ്യം വഹിച്ചാൽ, സിദ്ഖൻ മിൻ ഖൽബിഹി, അവൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് സത്യസന്ധമായി അവൻ വിളിച്ച് സാക്ഷ്യം വഹിച്ചാൽ, ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ, നരകത്തിൻ്റെ മേൽ അള്ളാഹു അവനെ ഹറാമാക്കും, അള്ളാഹു തആല അവനെ ഹറാമാക്കും എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹു ആണ് മഹാനായ പ്രവാചകന് മറുപടി കൊടുക്കുന്നത്. പ്രവാചകൻ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെയാണ് വിളിക്കുന്നത്. മുആദ് റളിയല്ലാഹു തആല വിളിച്ചുകൊണ്ട് പറയുകയാണ്, എന്താണ്, ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നിന്ന്, അടിത്തട്ടിൽ നിന്ന് മനസ്സാന്നിധ്യത്തോടുകൂടെ അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല, മുഹമ്മദ് നബി അള്ളാഹിന്റെ പ്രവാചകനാണ് എന്ന് സാക്ഷ്യം വഹിച്ചാൽ അവൻ്റെ ശരീരത്തെ നരകത്തെ തൊട്ട് ഹറാമാക്കും, നിഷിദ്ധമാക്കും എന്നും. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഫലാ ഉഖ്ബിറു ബിഹിന്നാസ, ഞാനിത് ജനങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ, ഈ വിവരം അറിയിച്ചു കൊള്ളട്ടെ, ഫയസ്തബ്ശിറു, അവർ സന്തോഷിക്കുമല്ലോ, അവർക്ക് സന്തോഷമാകുമല്ലോ, അവർ സന്തോഷിക്കുമല്ലോ, പറയട്ടെ ഇത്. നബി തങ്ങൾ പറഞ്ഞു, ഇദൻ യത്തക്കിലു, അപ്പോൾ അവർ അതിൽ ആശ്രയിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിച്ചിട്ട് പിന്നെ ഒരു അമലുകളും ചെയ്യൂല. കാരണം നരകത്തെ തൊട്ട് ഹറാമാക്കല്ലേ ശരീരത്തെ, നരകത്തിൽ പ്രവേശിക്കൂല എന്നല്ലേ പറയുന്നത്. അപ്പോൾ പിന്നെ നിസ്കരിക്കൂല, നോമ്പ് പിടിക്കൂല, സക്കാത്ത് കൊടുക്കൂല, ഈ വാക്കിൽ അവർ ആശ്രയിക്കും. മുആദ് റളിയല്ലാഹു തആല അൻഹു അത് ആരോടും പറഞ്ഞില്ല. മരണസമയത്ത് തഅസ്സുമൻ, കുറ്റത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി, തഹറുജൻ മിനൽ ഇസ്മി, പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, വഖൗഫൻ മിൻഹു അൻ യൽഹഖഹു ഇൻ കതമഹു, ഒരു ഇൽമു മറച്ചു വെച്ചാൽ തനിക്ക് നേരിടുന്ന ആ ശിക്ഷ മനസ്സിലാക്കിയിട്ട് അതിനോടുള്ള ഭയപ്പാട് കൊണ്ട് ഈ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി അദ്ദേഹം മരണസമയത്ത് ഈ ഹദീസ് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തു എന്നാണ് ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്ത് ചൊല്ലിയാൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന ഹദീസുകളിൽ കാണാം, നരകത്തെ തൊട്ട് അല്ലാഹു തആല ശരീരത്തെ ഹറാമാക്കുമെന്ന ഹദീസുകൾ കാണാം. ഇങ്ങനെ വിവിധമായ ഹദീസുകൾ. അപ്പോൾ പിന്നെ അമലുകളൊന്നും വേണ്ടേ? വേണം. അതിന് ഉപോത്ബലകമായ ഹദീസുകൾ വേറെയുണ്ട്. അതിന് പണ്ഡിതന്മാർ, മഹത്തുക്കൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒരു വിഭാഗം ഇൽമിൻ്റെ അഹലുകാരിൽ ഒരു വിഭാഗം പറയുന്നത്, ഇങ്ങനെ നിരുപാധികമായി പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്നൊരാൾ പറഞ്ഞു, അല്ലാഹു അല്ലാതെ ഒരു ആരാധനയില്ല എന്നൊരാൾ പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തെ നരകത്തൊട്ട് ഹറാമാക്കി എന്ന നിരുപാധികമായ ഹദീസുകൾ പറഞ്ഞ ഇസ്ലാമിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ്. അപ്പോൾ കലിമ മാത്രം പ്രചരിപ്പിക്കുന്നുള്ളൂ. നിസ്കാരത്തെക്കുറിച്ച് നിർബന്ധമാക്കിയിട്ടില്ല, നോമ്പിനെക്കുറിച്ച് നിർബന്ധമാക്കിയിട്ടില്ല, ഹജ്ജിനെക്കുറിച്ച് നിർബന്ധമാക്കിയിട്ടില്ല. പ്രാരംഭത്തിലാണ്. ശിക്ഷാ നടപടികളെക്കുറിച്ച് നിയമം വന്നിട്ടില്ല. അപ്പോൾ പിന്നീട് ആ നിയമങ്ങളൊക്കെ വന്നപ്പോൾ ഈ ഹദീസിൻ്റെ ആശയം ദുർബലപ്പെടുത്തപ്പെട്ടു എന്ന് ഒരു വിഭാഗം ഇൽമിൻ്റെ അഹലുകാർ. എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നത്,
ഈ ഹദീസിൻ്റെ ആശയം ദുർബലപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം ഈ ഹദീസ് 2 ഷഹാദത്ത് കലിമ ഉച്ചരിക്കൽ കൊണ്ട് തന്നെ നിർബന്ധമായി തീരും. ദീനിൻ്റെ ഫർളുകൾ അത് പ്രവർത്തിക്കൽ നിർബന്ധമായി തീരും, നിസ്കരിക്കൽ നിർബന്ധമായി തീരും. 2 കലിമത്തു ഷഹാദ അത് ഉച്ചരിച്ചാൽ തന്നെ അതിനാൽ ലാസിമാകും, നിർബന്ധമാകും ഇസ്ലാമിൻ്റെ ഫർളുകൾ, നിയമങ്ങൾ, തെറ്റുകൾ ചെയ്താൽ ശിക്ഷ, അതെല്ലാം അതിനാൽ തന്നെ നിർബന്ധമാകുന്ന കാര്യമാണ്. അല്ലാതെ പിന്നെ അതിൻ്റെ ആശയം ദുർബലപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആരെങ്കിലും ഇങ്ങനെ കലിമത്തു ഷഹാദയിൽ വിശ്വസിച്ചു പിന്നീട് അവൻ ഫർളുകളെ നിഷേധിക്കുകയാണെങ്കിലോ അവൻ ഇസ്ലാമിന് പുറത്താണ്, കുഫർ കൊണ്ട് വിധിക്കുകയാണ്, സ്വർഗത്തിൽ പ്രവേശിക്കൂല. മറ്റൊരു വിഭാഗം, 3ാമത്തെ വിഭാഗം പറയുന്നത് തൗഹീദിന്റെ കലിമത്ത് കൊണ്ട് ഉച്ചരിക്കൽ അത് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് കാരണമായിത്തീരും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് കാരണമായിത്തീരും. പക്ഷേ അവിടെ ഒരു നിബന്ധനയുണ്ട്, ഫർളുകൾ കൊണ്ടുവരണം, നിസ്കരിക്കണം, നോമ്പ് പിടിക്കണം, സക്കാത്ത് കൊടുക്കണം, ഇങ്ങനെ ഫർളായ കാര്യങ്ങൾ ചെയ്യണം. അതോടൊപ്പം എന്ത് ചെയ്യാൻ പാടില്ല? കബായിറുകൾ, വൻപാപങ്ങളെല്ലാം ഉപേക്ഷിക്കണം. അങ്ങനെ ചെയ്ത ഫർളുകൾ കൊണ്ടുവന്നില്ല, വൻപാപങ്ങൾ പ്രവർത്തിച്ചുമില്ല, ഫർളുകൾ കൊണ്ടുവന്നില്ല, വൻപാപങ്ങളിൽ നിന്ന് അകന്നിട്ടുമില്ല. എന്നാൽ ഈ കലിമത്തു ഷഹാദ ഉച്ചരിക്കൽ കൊണ്ട് നരകപ്രവേശനത്തിന് തടസ്സമാകുന്നില്ല, നരകത്തിൽ പ്രവേശിക്കും. അപ്പോൾ തെറ്റുകൾ ചെയ്താൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചാലും നന്മകൾ, നിർബന്ധമായ കാര്യങ്ങൾ ചെയ്തില്ല, ഹറാമായ കാര്യങ്ങൾ ചെയ്തു, നിഷേധിച്ചുകൊണ്ടല്ല എങ്കിൽ പോലും നരകശിക്ഷ അനുഭവിക്കേണ്ടി വരും. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മഹദ് ഫദ്ൽ കൊണ്ട് അവൻ്റെ വീറ്റോ പവർ കൊണ്ട് രക്ഷപ്പെടുത്തിയാൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതാണ് അള്ളാഹുവിൻ്റെ നീതി. അങ്ങനെ അതിനുശേഷം അള്ളാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. നിഷേധിക്കുന്നവനാണെങ്കിൽ എന്നും നരകത്തിൽ കടക്കേണ്ടി വരും. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ പൊരുത്തത്തിലായി, അവൻ്റെ സ്മരണയിലായി ദിക്റുകൾ അധികരിപ്പിച്ചുകൊണ്ട്, നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചുകൊണ്ട്, ഈമാനിൻ്റെ ബലഹീനത സംഭവിക്കാതെ അള്ളാഹുവിൻ്റെ സ്മരണയിൽ ദിക്റുകളിൽ കഴിഞ്ഞുകൂടാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വന്യരായ ഗുരുനാഥന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നാമുമായി ബന്ധപ്പെട്ടവർ, മറ്റ് സത്യവിശ്വാസികൾ എല്ലാവരെയും അള്ളാഹു അവൻ്റെ സ്വർഗീയ ആരാമത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിബത്ത് നന്നായി ദിക്റുകൾ ഉരുവിട്ടുകൊണ്ട് മരണപ്പെടാൻ അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.